അല്ല എന്നതാ ഈ വായിക്കുന്ന എപ്പോഴും? അത് അമ്മ എന്തിയെ? അമ്മ ഇവിടെ ഉണ്ട്. ആ പ്രമീളെ ഞാനിവിടെ ഉണ്ട്, കേറി പോരെ. ആ ചേച്ചി, ഞാനേ ഇവളോട് ചോദിക്കുവായിരുന്നേ ഇത് എന്നതാ എപ്പോഴും ഈ വായിക്കുന്നേന്ന്. ഞാനേ കാര്യം കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായി കൊച്ചിങ്ങോട്ട് വന്നിട്ടെ. ഞാൻ എപ്പോ വരാൻ നോക്കിയാലും ഇവിടെ എന്തെങ്കിലും വായിക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതൊക്കെ കാണാം അവിടെ പുറത്തിരുന്നിട്ടൊക്കെ. അതുകൊണ്ട് പിന്നെ ഞാൻ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഇതുവരെ ഒന്ന് വന്ന് കാണാനോ പരിചയപ്പെടാനോ ഒന്നും പറ്റിയില്ല. ഇവളെപ്പോഴും എന്തെങ്കിലും ഇരുന്ന് വായിക്കുവോ എഴുതുവോ എന്താണ്ടൊക്കെ ഫോണിനകത്ത് ക്ലാസ് കേൾക്കുവോ ഒക്കെ ചെയ്യുന്നത് കാണാം. ആഹാ, ആഹാ. അന്നും വിചാരിച്ചു നീ ഇങ്ങോട്ട് വരാതിരിക്കുന്ന എന്നാത്തിനാ. ഇത് ഏത് സമയവും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുവല്ലോ. അല്ലപ്പൊ ഇനി എഴുതുന്ന വായിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ. അങ്ങോട്ട് വരണം. അതിലൊക്കെ ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചോണ്ട് വരുമ്പോ ഒന്ന് വരണം. എനിക്ക് അല്ല, മോള് നേഴ്സ് അല്ലായിരുന്നോ? ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പം 2 മാസം ആയില്ലേ? ജോലിക്കൊന്നും പോകുന്നൊന്നും ഇല്ലായിരിക്കും അല്ലേ ഇനി കല്യാണം കഴിഞ്ഞതുകൊണ്ട്? ഇല്ല, ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്തിട്ടാ വന്നേ. ആ എനിക്ക് ഇവിടുന്ന് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, ദൂരം കൂടുതലല്ലേ. ഇവിടെ അൽഫോൻസിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച കയറണം, ഡ്യൂട്ടിക്ക് കയറണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽഫോൻസില് ചെല്ലണമെന്നാ പറഞ്ഞേക്കുന്നത് അടുത്ത ആഴ്ച മുതല്. അതിന് പോകാനുള്ള ഓരോരോ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. യൂണിഫോം ഒക്കെ കിട്ടി. ആ അൽഫോൻസ് പിന്നെ നല്ല ഹോസ്പിറ്റലാ, വലിയ ആശുപത്രിയാ. തിരക്കൊക്കെ ആയി എപ്പോഴും, എന്നാലും നല്ല സാലറി ഒക്കെ കിട്ടുമല്ലോ. അയ്യോ, അയ്യോ, മോളെ, കൊച്ചേ, എടി പെണ്ണേ, ഇതെന്നതാ പ്രമേളെ പറ്റിയേ? ചേച്ചി, ചേച്ചി നോക്കി നിൽക്കാതെ വെള്ളം എടുത്തോണ്ടോ, വെള്ളം മുഖത്ത് കളിക്കാൻ വേണ്ടിട്ട്. ബി പി എങ്ങനെ താന്നതായിരിക്കോ? ബി പി താന്നതായിരിക്കും. നീ അവനെ ഒന്ന് വിളിക്ക് കേട്ടോ, പെട്ടെന്ന് വരാൻ പറ. ബി പി താന്നാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണ്ടേ? ഞാൻ വെള്ളം എടുക്കാം, ഒന്ന് നോക്കിക്കോണേ. ഞാൻ വിളിച്ചോളാം, ചെല്ല് ചെല്ല്. പെട്ടെന്ന് വിളിക്കാൻ വേണ്ടേ മോളെ. എന്റെ പ്രമീള, ഇത് ഒരുപാട് നേരമായാലും അവരെ കാണുന്നില്ലല്ലോ, വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇതെന്നാ പോലും വരാത്ത, നീ ഒന്ന് നോക്കിക്കടി വരുന്നുണ്ടോന്ന്. ഉം. ചേച്ചി വരുന്നുണ്ട്, വരുന്നുണ്ട്. ഉണ്ടോ, വരുന്നുണ്ടോ? ആ നിങ്ങൾ കുറെ താമസിക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു എന്നെ താമസിക്കുന്നെന്ന്. എന്നാടി ഡോക്ടർ പറഞ്ഞേ? പ്രഷർ താന്നു പോയതാണോ? അമ്മ അവൾ 1 മാസം പ്രഗ്നന്റ് ആണെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എന്റെ ദൈവമേ, ചേച്ചി സന്തോഷമുള്ള വാർത്തയാണല്ലോ. ചെലവുണ്ട് കേട്ടോ. എന്റെ പ്രമീളെ, പിന്നെ അല്ലാണ്ട്. ആ ആകപ്പാടെ ഒരേ ഒരു മോനല്ലേ ഉള്ളു, ആണും പെണ്ണുമായിട്ട്. അതിനൊരു കുഞ്ഞാ വരാൻ പോകുന്നേ. ചില്ലറ കാര്യം വല്ലതും ആണോ? അത് നേരാണ്. എനിക്ക് മോളുടെ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ കണ്ടപ്പോ എനിക്ക് നല്ലൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ചോദിക്കാനൊക്കെ ഒരു മടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കാതിരുന്നതാ. ആ എനിക്ക് ആ ഒരു മുഖത്തൊരു വളർച്ചയൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. അയ്യോ, എന്റെ ദൈവമേ. അമ്മ അവക്ക് ആ അടുത്ത ആഴ്ച മുതൽ ജോലിക്ക് പോണെന്നാ പറയുന്നത്. എനിക്ക് ജോലിക്ക് പോകണം തന്നെയായി. പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുറെ ഗ്യാപ്പ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ടച്ച് വിട്ടുപോകും. അതുകൊണ്ട് ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ ഏതായാലും കിട്ടിയതല്ലേ, അതുകൊണ്ട് അത് കളയണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്നാണെങ്കിലും എനിക്ക് 7-8 മാസം വരെയെങ്കിലും പോവാലോ. അതിപ്പോ എങ്ങനെ ശരിയാകുന്നത്? ജോലിക്ക് പോണെന്ന് പറഞ്ഞാൽ ഇപ്പം അതും ആശുപത്രിയിലുള്ള ഒരു ജോലിയല്ലേ. അതിപ്പോ എങ്ങനെ ശരിയാകുന്ന? ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് നല്ലോണം റെസ്റ്റ് വേണം, ഇതൊന്ന് പിടിച്ചു കിട്ടണ്ടേ. അതുകൊണ്ട് നല്ലോണം റെസ്റ്റ് വേണം. 3 മാസം കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ. അയ്യോ, അതെങ്ങനെയാ മോനെ ജോലിക്ക് പോകുന്നത്? ഇത് നേഴ്സല്ലേ, വേറെ ജോലിയൊന്നും അല്ലല്ലോ. അപ്പം രാത്രി ജോലി ഉണ്ടാകും, ഷിഫ്റ്റ് ആയിട്ടല്ലേ ഇവർക്ക് ജോലി. അപ്പൊ നൈറ്റും എടുക്കേണ്ടി വരും, ഡേയും എടുക്കേണ്ടി വരും. അപ്പൊ ഈ രാത്രിയിലൊക്കെ ഈ ജോലിക്ക് പോക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ വേറെ വല്ല ജോലിയാണെങ്കിൽ പിന്നെ പോട്ടെ. ഇപ്പൊ നേഴ്സല്ലേ, അത് ജോലിക്ക് വിടുന്നത് റിസ്ക് ആട്ടോ ചേച്ചി. ഉം അത് പ്രമീള പറഞ്ഞത് നേരാട്ടോ. ജോലിക്ക് പോകുന്ന കാര്യം ഏതായാലും ഇപ്പൊ ചിന്തിക്കണ്ട. ജോലിക്ക് പോകുന്ന കാര്യം നല്ല റിസ്ക് തന്നെയാ. വേറെ എന്നെ ജോലിയാണെങ്കിലും പ്രമീള പറഞ്ഞ പോലെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിപ്പം ഈ പറഞ്ഞ പോലെ രാത്രിക്കൊക്കെ എന്റെ ദൈവമേ, എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. അല്ല, അത് കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഡ്യൂട്ടി അല്ലേ. അപ്പൊ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ടല്ലോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല.
ആ ആശുപത്രി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നേഴ്സുമാർ അവരവരുടെ ജോലി തന്നെ ചെയ്യണം. അല്ല അവര് ചെയ്യിക്കും. ഞാനൊക്കെ ആശുപത്രി അഡ്മിറ്റ് ആയി കിടന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ആശുപത്രി അല്ലേ, പിന്നെ എന്നാ കുഴപ്പം എന്തേലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി ചെയ്യുന്നത് ജോലി തന്നെയാ. അയ്യോ എന്റെ മോള് ജോലിക്ക് പോകുന്നതിന് ചിന്തിക്കുകയേ വേണ്ട. അല്ല, നീ തൽക്കാലം അമ്മ പറയുന്ന കേക്ക്. അത് തന്നെ. ഏതായാലും നേഴ്സിന്റെ ജോലി അത് എപ്പോഴാണേലും കിട്ടും. ഇപ്പൊ നീ ഈ കൊച്ചിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ ജോലിയാണോ വലിയ കാര്യം, ഒരു കൊച്ചുണ്ടാകുന്നതല്ലേ വലിയ കാര്യം. എന്തോരം പേരെ ഒരു പിള്ളേരില്ലാണ്ട് ബുദ്ധിമുട്ടുന്നറിയാമോ. എന്റെ ഒരു കൂട്ടുകാരിയുണ്ടേ, എത്ര കൊല്ലമായെന്നറിയാവോ, 10-20 കൊല്ലമായി, ഇതുവരെ പിള്ളേരില്ല. അതുപോലെ തന്നെ എത്ര പേരാന്നറിയാവോ. ഇപ്പൊ എന്റെ ചേച്ചിയുടെ നാത്തൂന്റെ മോക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ആ പെണ്ണാണെങ്കിൽ ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. മരുന്ന് കഴിച്ച് അതിന്റെ സൗണ്ട് ഒക്കെ എന്തോ ആണുങ്ങളുടെ സൗണ്ട് പോലെ ആയിപ്പോയിന്നെ. ഈ മരുന്നിന്റെ ഓരോരോ റിയാക്ഷൻ കൊണ്ടേ. എന്റെ മോളെ ഒരു കൊച്ചിനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് നന്ദി പറയണം നമ്മള്. അതിനു പകരം ജോലിക്ക് പോകുന്ന കാര്യമാണോ നോക്കുന്നത് ഇപ്പോഴേ. ജോലിക്ക് പോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. ആദ്യം ഫസ്റ്റ് കൊച്ച്, അത് കഴിഞ്ഞിട്ട് കൊച്ചു വലുതായിട്ട് ജോലിക്ക് പോകാലോ. അപ്പൊ എന്തായാലും മോളിപ്പോ കൊച്ചിനെ സ്വപ്നം കണ്ട് കൊച്ചിന്റെ കാര്യം നോക്കി അതിനെന്നതാ വേണ്ടെന്നൊക്കെ വെച്ചാൽ കഴിച്ചും പിടിച്ചൊക്കെ ജീവിക്കേട്ടോ. ചേച്ചി ഞാൻ ഇറങ്ങുവാ കേട്ടോ. ആ എന്നാ ശരി പ്രമീളെ. എല്ലാരോടും ഞാൻ പോയി പറയാം എന്തായാലും. എല്ലാരോടും പറഞ്ഞോ, വേണേ ഗ്രൂപ്പിൽ വിട്ടോ. ഇട്ടേക്കാം ചേച്ചി, കുടുംബശ്രീ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ടേക്കാം. ഞാൻ പോട്ടെ മോളെ. ശരി, പോട്ടെടാ. ആയിക്കോട്ടെ. ചെലവിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഓ, മറക്കൂല. അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ പോയി റെസ്റ്റ് എടുക്കുവോ എന്നാന്ന് വെച്ചൊക്കെ ചെയ്യും. ഭക്ഷണം എടുത്ത് കഴിക്കുവോ ഒക്കെ ചെയ്യുക കേട്ടോ. ഇച്ചിരി നേരം പോയി കിടക്ക്. എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് കൊടുക്ക് തിന്നാനൊക്കെ. ചേട്ടാ പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു ചുരിദാർ വാങ്ങിക്കണമായിരുന്നു. 1000 രൂപ തരുമോ? ചുരിദാറോ? അടുത്ത ആഴ്ച എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. എന്റെ കയ്യിൽ ഇപ്പൊ എടുക്കാൻ 1000 രൂപ ഇല്ല, പിന്നെ തരാം. എന്റെ പൊന്നേട്ട്, എത്ര നാളായി ഞാനൊരു ഡ്രസ്സ് വാങ്ങിയിട്ട്. ഒരു ചുരിദാർ എടുക്കേണ്ട പൈസയല്ലേ ചോദിച്ചുള്ളൂ. അതായത് 1000 രൂപ മതി. അതിനകത്ത് ഞാൻ അടിക്കുകയും ചെയ്തോളാം, തുണി എടുത്തോളാം. ഇല്ലാത്തോണ്ടല്ലേ എന്നോട് പറഞ്ഞേ, നിനക്കെന്നെ മനസ്സിലാവൂലേ. ഇത് എന്നതാടാ ഇവിടെ ഒരു ബഹളം? ഏത് നേരെ രണ്ടുപേരും നേരെ 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 കാണുമ്പോ കീരിയും പാമ്പോ. ഒരു കൊച്ചു വളർന്നു വരുന്നുണ്ട്, അതും ഈ ഒച്ചപ്പാട് കേട്ടിട്ടല്ലേ വളരുന്നത്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും. നിനക്ക് എന്നതാ ഇവക്ക് എന്നതാ ഇപ്പൊ വേണ്ടത് എന്നതാ? ഏത് നേരം എന്തെങ്കിലും ആവശ്യമാണല്ലോ ഇവക്ക്. ഒന്നുമില്ലമ്മ, അടുത്ത ആഴ്ച എന്റെ കൂട്ടുകാരുടെ കല്യാണം അല്ലേ, അപ്പൊ അതിന് പോകുമ്പോ ഇടാൻ വേണ്ടി ഒരു ചുരിദാർ വാങ്ങി തരുമെന്ന് ചോദിക്കുമായിരുന്നു. അത് കൊള്ളാം. കൂട്ടുകാരിയുടെ കല്യാണത്തിന് ഇപ്പൊ പോണെങ്കിൽ ഉള്ളേക്കൂട്ട് ഒരെണ്ണം എടുത്ത് ഉടുത്തോണ്ട് പോണം. സാരിയും ചുരിദാറും ഒക്കെ ആവശ്യത്തിനുള്ളതില്ലേ? അമ്മ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച എല്ലാരും വരുന്നുണ്ട്, അതുകൊണ്ടാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോവാന്ന് വെച്ചിട്ടാ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടല്ല അണിഞ്ഞൊരുങ്ങി പോകേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം പഴയ പോലെ ഒന്നല്ലല്ലോ, കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുമായി. ഇനി ഒരു പൊടിക്കൊക്കെ ഒന്ന് അടങ്ങ്. ഉള്ളത് എന്നാന്ന് വെച്ചാൽ ഇട്ടുകൊണ്ട് പോയാൽ മതി. തുണി കൊടുക്കുന്നത് അവനവന്റെ നാണം മറയ്ക്കാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടാണോ? പഴയ കോളേജ് കുമാരി എപ്പോഴെന്നാ വിചാരം. ഇവിടെ ഒരാള് ഒറ്റയ്ക്ക് വേണ്ട ഈ വണ്ടി ഭരിക്കാൻ വേണ്ടിട്ട്. ഇവിടെ വീട്ടിലെ ചെലവ് നോക്കണം, കൊച്ചിന്റെ കാര്യം നോക്കണം. കൊച്ചിനാണെങ്കിൽ ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 1000, 1500 അവിടെ കൊടുത്തേച്ച് വരുന്നത്. ഇപ്പൊ എക്സ്റേ, ബ്ലഡും അതും ഇതും എല്ലാം. അപ്പൊ അതെല്ലാം ഈ ഒരാള് തന്നെ നോക്കണ്ടേ? നീ അതന്നെ ചിന്തിക്കാത്തത്. അപ്പുറത്ത് സുമതിയുടെ ഒക്കെ ആണെങ്കിൽ വീട്ടിൽ 2 പേരും പണിക്ക് പോകുന്നുണ്ട് അവര്, എന്നിട്ടും അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. ഇത് ഒരാള് വേണ്ട ഇവിടെ കിടന്ന് ഓടാൻ വേണ്ടിട്ട്. നിനക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ. അല്ലമ്മ, കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഞാനൊരു ജോലി ശരിയാക്കിയതല്ലേ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലില്. അന്നേരം അതങ്ങ് പോകുമായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് പ്രസവം കഴിഞ്ഞിട്ടായാലും പോകായിരുന്നു. ഇത് നിങ്ങൾ ആരും എന്നെ അതിന് തന്നെ സമ്മതിച്ചില്ല. എങ്ങനെയെങ്കിലും ഒരു 7-8 മാസത്തോളം ജോലിക്ക് പോകുമായിരുന്നെങ്കിൽ പിന്നെ എനിക്കൊരു 5-6 മാസത്തേക്ക് ലീവ് കിട്ടിയേനെ. അഹമ്മതി വർത്താനമാണല്ലോ പിന്നെ എപ്പോഴും. അങ്ങനെയൊക്കെയാ. കല്യാണം കഴിഞ്ഞൊരു കൊച്ചൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ ജീവിതം പിന്നെ അങ്ങനെയൊക്കെയാ. പലതും ജീവിതത്തിൽ ത്യജിക്കേണ്ടി വരും. ഞാനും ഒക്കെ അങ്ങനെ തന്നെ. എനിക്കൊക്കെ എന്നാ ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ എന്റെ എനിക്കൊരു മോനേ ഉള്ളൂ. ആ മോന്റെ കാര്യവും കെട്ടിയവന്റെ കാര്യവും ഒക്കെ നോക്കി വീട്ടിലങ്ങ് അടങ്ങി ഒതുങ്ങി അങ്ങ് ജീവിച്ചു. പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ഈ പെണ്ണുങ്ങളുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. അതിൽ വലിയ സങ്കടപ്പെടാനൊന്നുമില്ല. അതൊക്കെ കുറെ ജീവിതത്തിൽ അങ്ങോട്ട് അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ചീട്ടിയുടെ പൈസ അടയ്ക്കാൻ നിന്നോട് പോവാൻ പറഞ്ഞിട്ട് നീ പോയായിരുന്നോ?
അത് കൊച്ചിന് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും പോയി കൊടുത്തേക്കാം. ആ ഒന്നും പറഞ്ഞാ ചെയ്യരുത്, എല്ലാ കൃത്യസമയത്ത് കിട്ടുന്നുണ്ടല്ലോ. ഓ, ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരും കൂടി. സഹിച്ച് 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 ഞാൻ മടുത്തു. 2-3 കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ കിടന്നിട്ട് നരയിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല ഡിപ്രഷൻ അടിച്ച് ഞാൻ മരിച്ചു പോവുള്ളൂ. ഞാൻ ഭ്രാന്തിയായി പോവും. എന്റെ ഓരോ ആവശ്യങ്ങൾ സാധിച്ചു തരുമില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങളൊക്കെ നടത്തും. എന്റെ ബാക്കി ഒരു വിലയുമില്ല. എനിക്ക് ഒരു വിലയില്ല. പട്ടിയുടെ ജീവിതം പോലെ എനിക്കിപ്പോ തോന്നുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിട്ട് എനിക്കിപ്പോ മനസ്സില്ല. ഒരു കൊച്ചു വളർന്നു വരുന്നുണ്ടല്ലോ, നാളെ അവളും എന്നോട് ചോദിക്കും, അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ജീവിതം കളയാൻ വേണ്ടിട്ടെന്ന്. അതും കൂടി കേൾക്കാനേ തൽക്കാലം എനിക്ക് വയ്യ. ഏതായാലും നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അതിപ്പോ ഏതായാലും പറയാം. കഴിഞ്ഞ മാസം ഞാൻ വീട്ടിൽ പോയത് OET എക്സാം എഴുതാൻ വേണ്ടിയിട്ടാ. അതിന്റെ റിസൾട്ട് മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. ഞാൻ പാസ്സായിട്ടുണ്ട്. UK പോകാൻ വേണ്ടിട്ട് എന്റെ തീരുമാനം. അത് എന്തായാലും ഞാൻ പോവും. നീ ആരോട് ചോദിച്ചിട്ടാ പരീക്ഷ എഴുതാൻ പോയേ? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ചോദിക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണ്ടതേ ഭാര്യേനല്ല, വേലക്കാരിനെയാ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടത്. അല്ലേ, ആരറിഞ്ഞിതൊക്കെ? എന്നെ കൊണ്ട് പറ്റിയില്ല കൊച്ചിനെ നോക്കാൻ വേണ്ടിയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം 2-2.5 വയസ്സായ കൊച്ചാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നെ കൊണ്ട് പറ്റിയില്ല കൊച്ചിനെ നോക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ തന്നെ എന്റെ നടു പോയിരിക്കും, എന്റെ കാലും മേല, പിന്നെ ചെവിക്കാണെങ്കിൽ നല്ല കേൾവിക്കുറവുണ്ട് എനിക്ക്. എന്നെ കൊണ്ട് പറ്റിയില്ല കൊച്ചിനെ നോക്കാനൊന്നും. അതിന് നിങ്ങളോട് എന്റെ കൊച്ചിനെ നോക്കാൻ ഞാൻ പറഞ്ഞോ? എന്റെ കൊച്ചിനെ എന്റെ അമ്മ നോക്കിക്കോളും. പിന്നെ 6 മാസം കൊണ്ട് ഞാൻ എന്റെ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഞാൻ അവിടെ ഒരു ജോലി ശരിയാക്കും. എന്റെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറിപ്പോരാ.